ചേച്ചിന്റെ പേരെന്തോ? മീനാക്ഷി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് അശ്വിൻ. എന്റെ പേര് അതിഥി. കൊള്ളാലോ. നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്? ഞാൻ 5th-ലും ഇവള് 3rd-ലും. ആ, അപ്പൊ എനിക്ക് പറ്റിയ ഫ്രണ്ട്സാ. ഇന്ന് മുതൽ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്തു പറയുന്നു? ചേച്ചി ഞങ്ങളുടെ ആരാ? ആ, ഞാൻ നിങ്ങളുടെ ആരുമല്ല, പക്ഷെ ഒരു ചീഫ് ഗസ്റ്റാ. ദേ, ഈ ഔട്ട് ഹൗസിൽ താമസിക്കുക. അശ്വിൻ, അതിഥി, നിങ്ങളിത് എവിടെയാ? ദേ പൂജയ്ക്കുള്ള സമയമായി. പിന്നെ കാണാം ചേച്ചി. ടാറ്റാ. നീ ഇതെന്ത് ഭാവിച്ച? എന്താ, എനിക്ക് എക്സസൈസ് ചെയ്യാൻ പാടില്ലേ? ഇന്ന് ഈ വീടിനകത്തൊരു പൂജ നടക്കുക. സർവൈശ്വര്യ പൂജ. അതിന് ഞാനെന്താ വേണം? പൂജ കഴിയും വരെ നീ ഈ വീടിനകത്തുനിന്ന് പുറത്തിറങ്ങരുത്. വേഗം അകത്തേക്ക് പോ. ഇതിനൊക്കെ ഞാൻ എന്തിനാ മുറി അടച്ചിരിക്കുന്നേ? ഞാൻ വന്ന് പൂജ കാണുന്നതിൽ എന്താ തെറ്റ്? നിനക്ക് പുലയുണ്ട്. പുലയോ? അതെന്തുവാ? തർക്കോത്തരം പറയരുത്. നീ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നിനക്ക് ഈ വീട്ടിലുള്ള ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ല. നിനക്ക് ആകെയുള്ള ബന്ധം ഞാനുമായിട്ട് മാത്രം. വീട്ടുകാരുടെ ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന പൂജയിൽ നീ പങ്കെടുക്കേണ്ട ഒരു കാര്യവുമില്ല. അവരുടെ ഒരു കാര്യത്തിലും നീ ഇടപെടാനും പാടില്ല. ആ, അത് ശരി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ വീട്ടുകാരുമായിട്ട് ഇടപെട്ട നിങ്ങളുടെ പല രഹസ്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? നിങ്ങൾക്ക് എന്റെ അച്ഛനുമായിട്ട് ഉണ്ടായിരുന്നത് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ആണല്ലോ. നടക്ക്. വാ. കൊറേ നേരം ഇതിനകത്ത് തന്നെ കിടക്ക. ഹലോ. അതെ, നിങ്ങൾ എന്താ എന്നോട് ദ്രോഹം ചെയ്യുന്നേ? ഞാനൊരു മനുഷ്യജീവിയല്ലേ? നിന്റെ ചില പ്രവർത്തികളെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാ. ഞാൻ എന്ത് ഉപദ്രവം ചെയ്തുന്നാ? മറ്റൊന്നുമല്ല, ഇന്ന് ചെമ്പകമംഗലത്ത് ഒരു വലിയ പൂജ നടക്കുന്നതാ. നീ പുറത്തു വന്നാലേ നീ അതിന് തടസ്സം ഉണ്ടാക്കും. ഞാൻ ഒരു തടസ്സം ഉണ്ടാക്കില്ല. തൽക്കാലം നിന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പൂജ കഴിയുന്നത് വരെ നീ അകത്ത് കിടക്ക്. എന്നെ പുറത്തു വിടണം. ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കാം. നീ എങ്ങോട്ടും പോകുന്നില്ല. അല്ല, ഇവർക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. ഇവരൊറ്റ ഒരുത്തി കാരണം എന്റെ അമ്മ മരിച്ചത്. അവരുടെ ഒരു സർവൈശ്വര്യ പൂജ. അത് ഞാൻ ശരിയാക്കി കൊടുക്കാം. വാത്സല്യം